എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ കിഴി റിയാക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റർ ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം ഇത് ആൾറെഡി ലീക്കായിരുന്നു. ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് അവർ തിയേറ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആരോ ഒട്ടിച്ചത് ആരോ ഫോട്ടോ എടുത്തിട്ട് ലീക്കാക്കി പുറത്തു വിട്ടു. ശരിക്കും അത് അങ്ങനെ കണ്ടപ്പോൾ നിരാശ തോന്നി. കാരണം ഇത് നല്ല ക്ലിയറിൽ നല്ല ബെഡ് ഡീപ്പായിട്ട് കാണേണ്ട ഐറ്റം ക്വാളിറ്റി തന്നെ കാണണം, അപ്പോഴേ അതിന്റെ ഒരു വൈബ് കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറയണേ. ഈ പോസ്റ്റർ ഇന്നലെ ഈ പോസ്റ്ററും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഹൈപ്പ് ഉണ്ടാക്കല്ലേ എന്ന് പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. അങ്ങനെയല്ല, ഞങ്ങൾക്ക് സൗകര്യമല്ല, ഇനി ഹൈപ്പ് കൂട്ടും. എന്ത് ജാതി പോസ്റ്ററാ ഇന്നലെ വന്നേക്കുന്നത്? എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്ന പ്രതീക്ഷയല്ലേ എന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ? അത് എല്ലാവർക്കും തോന്നി കഴിഞ്ഞാൽ പിന്നെ നിവർത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും പുറത്തു. അതെ, ഇപ്പം നമ്മൾ മാത്രം ഹൈപ്പ് കൂട്ടുന്നതെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്ററൊക്കെ കുറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. ഇവര് വിടുന്ന ഓരോ പോസ്റ്ററും ഒന്നിനൊന്നും മെച്ചം എന്നല്ലാണ്ട് ഒന്നും അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നില്ല. ടൈറ്റിൽ ഡിസൈൻ മുതൽ അതെ ഇതുവരെ എത്തി നിൽക്കുന്നത് എല്ലാം വേറെ ലെവലാണ്. എന്താണെങ്കിലും നമുക്ക് പോസ്റ്റർ ഒന്നുകൂടി കാണാം. ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നമ്മളൊരു ഹിന്ദി റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, അതായത് സെൻസറിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവ്യൂ. ആ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻട്രോ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഫേക്കാണ്, അതാരെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതാണ് എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കമൻറ്റ് വന്നത് ഇതാണ്: നിങ്ങൾ ഇതുപോലെയല്ലേ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു, അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നത് പോലെയല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ല, അതായത് സിനിമ റിലീസ് പോലും ആയിട്ടില്ല. സെൻസറിങ് അത് അവിടെ സംഭവം നമ്മൾ എന്തായാലും നാളെ വീഡിയോ ചെയ്യുന്നതാണ്. സെൻസറിങ്ങിൻ്റെ ഇഷ്യൂ, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ആൾ സിനിമ കണ്ടു എന്ന് പറഞ്ഞ് ഒരു റിവ്യൂ ഇടുകയാണ്. അത് വളരെ നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. അത് തുടങ്ങുന്നതിന് മുന്നേ, അല്ലെ ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അത്രയ്ക്കും പുച്ഛത്തോടെ കളിയാക്കി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എവിടെയോ ഇരുന്ന് ഒരാൾ സിനിമ പോലും കാണാതെ അവിടുന്ന് ഇവിടുന്നും കിട്ടിയ അപ്ഡേഷൻ എടുത്തു വെച്ചിട്ട് ഒരു എന്താ പറയാ റിവ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുക മാത്രമല്ല, സെൻസർ റിപ്പോർട്ട് അങ്ങനെ സാധനം ഉണ്ടോ? ഹിന്ദി സെൻസർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം അത്രയും ഒരു സിനിമ ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ, ഇപ്പം ലാലേട്ടന്റെ ആരുടെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പലരും ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിട്ട് അവർ കാണും അതിന് മുൻപ്, എന്നിട്ടൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. അതെ, അത് ഓക്കെ, അത് നമ്മൾ സമ്മതിക്കാം. നമ്മൾ ആ രീതിയിലാണ് അത് റിവ്യൂ ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് സെൻസർ കഴിഞ്ഞു അവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. അതിപ്പോൾ എന്താ, അവിടെയുള്ളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിക്കോ, സിനിമ കണ്ടിട്ടുണ്ടെന്നില്ല, ഇവരെത്ര സിനിമ കാണും? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതേ പണി ഉണ്ടാവുള്ളൂ. അല്ല, ആ പണി പോകും. അല്ല, മറ്റേ സിനിമ അല്ലെങ്കിൽ സെൻസർ ചെയ്യാൻ ഇവർക്ക് സമയം ഉണ്ടാവും. ഇവർക്ക് ഈ റിപ്പോർട്ട് എഴുതാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഓരോ സിനിമേന്റെ റിപ്പോർട്ട്, ഓരോ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടുകയാണെങ്കിൽ അത് അതിനെതിരെ മേ ബി വേണമെങ്കിൽ കേസ് വരെ കൊടുക്കാം. ഇത് ഇങ്ങനത്തെ റിവ്യൂ ഇടുന്നതിന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഇങ്ങനത്തെ ഒരു റിവ്യൂ ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സെൻസർ ബോർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ജെന്യുവിൻ ആയിട്ടുള്ള സംഭവങ്ങൾ വരാറുണ്ട്. അത് ഇത്ര കട്ട് ചെയ്തു, ഈ സിനിമയുടെ ഇത്ര ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ വരാറ്, അത് ജെന്യുവിൻ ആണ്. അല്ലാണ്ട് ഒരു സിനിമയെ കുറിച്ച് എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. റിവ്യൂ ഇടുവോ? അതിന് നേരം കിട്ടുമോ എന്നുള്ളത് വിഷയമല്ല, അത് പോട്ടെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമല്ലേ. അയാൾ എപ്പോഴേ ടെർമിനേറ്റ് ആയി വീട്ടിൽ പോയിരിപ്പുണ്ടാവും, ഒന്ന് ചിന്തിച്ചാ പോരെ. അത്രേ ഉള്ളൂ. അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. അതെ, അല്ലാണ്ട് അതിനെ നമ്മൾ കളിയാക്കിക്കൊണ്ട് തന്നെ പറയും. കാരണം അതൊരാളുടെ അഭിപ്രായം അല്ല, അത് ഒരിക്കലും അല്ല. അതൊരു കൂട്ടം ടാർഗറ്റ് ചെയ്യുന്നതാണ് ഓരോ സിനിമ. അതിപ്പം അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഇന്നയാളുടെ സിനിമ എന്നല്ല, ആരുടെ സിനിമയെ കുറിച്ചും അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇത്രേ ഉള്ളൂ. അതായത് ഒരു കൂട്ടം ടീം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ലക്ഷ്യമാണത്. സിനിമയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അതും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള റിവ്യൂ ഒരുക്കിയിട്ട് പുറത്തുവിടുക എന്നുള്ളത് സത്യം. ഓക്കെ, അപ്പം എന്തായാലും കാര്യത്തിലേക്ക് വരാം. പോസ്റ്റർ റിയാക്ഷൻ. ഇന്നലെ നൈറ്റിലാണിത് പുറത്ത് വന്നത്. നമ്മൾ ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നില്ല കേട്ടോ, രണ്ടുപേരും രണ്ട് വഴിക്കായിരുന്നു. ഞെട്ടിത്തരിച്ച പോസ്റ്റർ കേട്ടോ.
ഗംഭീരം, എന്ത് രസമായിട്ടോ, ഗംഭീരം. ഇതിൽ ഓരോ കഥാപാത്രങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടും നമുക്ക് ത്രില്ല്. ഇത് ഇപ്പൊ തന്നെ ലാലേട്ടനെ ഫോക്കസ് ചെയ്യുന്നു, ബാക്കി മൊത്തം റൗണ്ടില്. ഈ ഒരു റൗണ്ടിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എല്ലാത്തിലും ഈ ഒരു റൗണ്ട്, ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, അതുണ്ട് അല്ലേ? യെസ്. എന്തായാലും ലാലേട്ടൻ്റെ ലുക്ക്, എക്സ്പ്രഷൻ, ഭാവം എന്താണ് ശരിക്കും ഇങ്ങനെ തീക്ഷ്ണതയോടെ തീ തുപ്പുന്ന രീതിയിലുള്ളൊരു നോട്ടാണ്. ആരും ഭയന്നില്ലാതായി പോകും. ഇതെനിക്ക് മറ്റേ ഇതിനകത്ത് അല്ലല്ലോ, ആ പോസ്റ്റർ അല്ലല്ലോ, മറ്റേ തുണി ഇങ്ങനെ വീശുന്ന ആ സംഭവം അല്ലല്ലോ, പറയാൻ പറ്റില്ല. അതെ, ഒന്നും പറയാൻ പറ്റില്ല. അത് ആ സീന് തന്നെ എങ്ങനെയാന്നുള്ളതും അറിയില്ലല്ലോ നമുക്ക്. എനിക്ക് തോന്നിയൊരു സംഭവം, ലാലേട്ടനെ നമ്മള് ഓൾറെഡി നമ്മൾ വാലിബന്റെ ആ ഒരു സംഭവത്തിലെ നമ്മൾ മാറ്റി. ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഭീകരമാണ് കേട്ടോ. നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കിയാല് അതെ, അതായത് ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയാം, മലയാള സിനിമയില് ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഇത് എന്താ, ഇനിയിപ്പോൾ ഇത് കൈവിട്ട കളിയാണോ എന്ന് നമുക്ക് വെറുതെ, അതായത് പാളൂ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു സ്പൂഫ് പോലെ, ഇപ്പോൾ നമ്മുടെ ഡാർക്ക് കോമഡി പോലത്തെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ബേബി കൈവിട്ട് പോയേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. അങ്ങനെ ആ ഒരു വിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആയിട്ട് വേറൊരു ഐറ്റം അല്ലേ? ഇത് എല്ലാവരുടെ മുഖത്തും നമുക്ക് ഒരു എന്താ പറയാ, ചില ആൾക്കാർക്ക് ഭയം, ചില ആൾക്കാർ ഇങ്ങനെ ഒരാളെ ഭയങ്കരമായിട്ട്, ഇപ്പം വാലിബൻ തന്നെ ആയിക്കോട്ടെ, വാലിബൻ എന്ന് പറഞ്ഞ ഒരാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന, അയാൾ എന്തോ കാര്യത്തിൽ ഇടപെടാൻ പോകുമ്പോൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ആക്ഷൻസ്, അല്ല മുഖത്തെ ഭാവങ്ങൾ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവം. പിന്നെ കുറേ യുദ്ധങ്ങളുടെ ഇത് കാണിക്കുന്നുണ്ട്. ഫൈറ്റ് രംഗങ്ങളിലെ ഒരുപാട് സംഭവങ്ങളാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം പടച്ചട്ട അണിഞ്ഞവർ, പിന്നെ തലയിൽ തലപ്പാവ്, അതേപോലെ കിരീടം വെച്ചവർ, ശരിക്കും പ്രൊട്ടക്ഷൻ കിരീടം യുദ്ധത്തിന് പോകുമ്പോൾ ഇടുന്ന സാധനം, തലയിലിടുന്ന ആ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. പിന്നെ പഴയ രീതിയിലുള്ള വാളുകൾ, പിന്നെ തോക്കുകൾ, അതും ഒരു പെണ്ണിന്റെ കയ്യിലൊരു തോക്കുണ്ട്. അതും ആ യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സ്പ്രഷൻ ഉണ്ട്, ഒരു പ്രത്യേക ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടുള്ള സാധനം, ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ സാധനം. സൂപ്പറായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഈ സിനിമയുടെ ലെവൽ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. സത്യം. ഈ പോസ്റ്റർ എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തരിക, അയച്ചു തന്നിട്ട് അതിന്റെ അടിയിൽ എനിക്ക് ഇങ്ങോട്ട് ഇട്ടേക്കുന്ന ഒരു ക്യാപ്ഷൻ ഇതാണ്, എങ്ങനെ ഹൈപ്പ് കൂടാതിരിക്കും. അതാണ് നമുക്ക് പിന്നെ തോന്നുന്നത്. നമ്മളായിട്ടല്ല, ഇവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ അടിയിൽ വന്നിട്ട്, നമ്മുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റുകൾ ഇടുമ്പോ നിങ്ങൾ ഹൈപ്പ് കൂട്ടല്ലേ, നിങ്ങൾ ഹൈപ്പ് കൂട്ടും. നമ്മളല്ല ഹൈപ്പ് കൂട്ടുന്നത്. ഇതേപോലത്തെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹൈപ്പ് കൂടാതിരിക്കും? നമ്മൾ തന്നെ ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ, ഇത് പറഞ്ഞ് ഹൈപ്പ് നമ്മള് കൂട്ടന്നെ ചെയ്യും. കാരണം അത്രത്തോളം പ്രതീക്ഷ നൽകുന്ന പോസ്റ്റേഴ്സാണ് ഈ വന്നിരിക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും ഇത് വരുന്നത് അങ്ങനത്തെ ക്വാളിറ്റികളാണ്. പിന്നെ എങ്ങനെ പ്രതീക്ഷ കൊടുക്കാണ്ടിരിക്കും? അതാണ്, അത്രേ ഉള്ളൂ. എന്താലേ ഭീകര സാധനം. ഓരോ കഥാപാത്രങ്ങളിലേക്ക് നോക്കിയാൽ മതി, അവരുടെ ഓരോ ലുക്കിന് തന്നെ ശരിക്കും ഓരോ വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. ഓരോരുത്തരെ എടുത്ത് വെച്ചിട്ട് ഒരെണ്ണം സൂം ചെയ്ത് എടുക്കുക, എന്നിട്ട് ആ ഒരാളെ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എന്താ അറിയോ, അതിപ്പോൾ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഇവരാരെ കുറിച്ചായി പറയുന്നതെന്ന്. ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതെ, സംഭവം ഇപ്പോൾ ലാലേട്ടൻ്റെ വലത് സൈഡിലുള്ള വാളാണെന്ന് തോന്നുന്നു, ആ മുടി വളർത്തിയ ഒരു പയ്യൻ, ഗംഭീര ക്യാരക്ടറായിരുന്നു കൊണ്ടത്. പിന്നെ ആളുടെ ഇപ്പുറത്ത് നെറ്റ് പോലത്തെ, അത് മറ്റേ ഈ എന്താ പറയാ, മുഗൾ ഭരണം ഉണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ തലയിൽ വെക്കുന്ന സാധനം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഒരു ഫ്യൂഷൻ ടൈപ്പ് സാധനം. മിക്സ് ആയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അതായത് ഓരോ കാലഘട്ടത്തിലെയും ഓരോ കഥാപാത്രങ്ങൾ വന്നു പോകുന്നതും ഒക്കെ ആയിരിക്കും. ഒരു ഐഡിയ ഇല്ല. ഇത് ഗംഭീരം. ഒരു ഫാന്റസി സാധനം ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ട്, ഫാന്റസി ഉണ്ട്, എല്ലാം മിക്സ്ഡ് ആണ് സാധനം. ഇയാളുടെ ആ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ടൈമിൽ ആ അന്നത്തെ ഭരണവും അന്നത്തെ ബ്രിട്ടീഷുകാരുടെ സംഭവങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു എന്താ ട്രാക്ക് ഇതിനുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ അവർക്കെതിരെ പോരാടുന്ന വാലിബന്റെ ഒരു സംഭവം തന്നെ ഉണ്ട്. അതായത് അടിമത്തം ഇതിൽ പ്രധാന സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പറയാൻ കാരണം അതാട്ടോ. അതെ, ഇതിനകത്ത് ഈ പോസ്റ്ററിൽ തന്നെ കാണിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു പിന്നിലുള്ള എല്ലാ ടീമും അതിന്റെ അത് കാണിക്കുന്നത് മൊത്തം ഒരു യുദ്ധം,
സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിലുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് 3 പേരെ ശക്തമായ രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്ര അതായത് ഇങ്ങനെ ഒരു പീരിയോഡിക് സിനിമയിൽ ഇത്ര പ്രാധാന്യത്തോടൊരു അതായത് ഇത്ര സ്ത്രീകളെ കാണിച്ചിട്ടുള്ള ഒരു സംഭവം വരുന്നത് അതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതായത് ഇതിപ്പോൾ എന്തായാലും ഒരൊറ്റ സീനിലെ രംഗങ്ങളല്ലല്ലോ, അല്ല അല്ല, പലതും പല സമയങ്ങളിലുള്ള ഓരോന്നും എടുത്തു വെച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒരു സിനിമയുടെ ടോട്ടൽ സംഭവം അതായത് ഇതിലെല്ലാം ഉണ്ട്. സത്യം ഈ മുടി ഇവിടുന്ന് അങ്ങ് തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ വന്ന് 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 ലാസ്റ്റ് ലാലേട്ടന്റെ ഫൈറ്റോടെ അവസാനിക്കൂലേ. ഒരു റൗണ്ട് അടിച്ച് വരുമ്പോൾ ഈ റൗണ്ടിന് പിന്നെ റൗണ്ടാ വരുന്നത്. ഈ റൗണ്ടിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ റൗണ്ട് നമ്മള് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലേ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഒരു സംഭവം ആവർത്തിച്ചു വരുന്നില്ല. അതെ, ഒക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്നു. ഒക്കെ പുതിയ പുതിയ ഓരോന്നിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വന്നു പോകും. പുതിയ കാഴ്ചകളായിരിക്കാം, പുതിയ കഥാപാത്രങ്ങളായിരിക്കാം, അങ്ങനെ പലരെയും കണ്ട് പോകുന്ന ഒരു വേറെ ലെവൽ സാധനം തന്നെയായിരിക്കും. നമുക്കിനി അതിനകത്ത് ഞങ്ങൾക്കിനി ഇതിനകത്ത് കുറയാനൊന്നുമില്ല, കൂടാനേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കൂടുകയാണ്, അല്ലാണ്ട് കുറയല്ല ചെയ്യുന്നത്. അല്ല, എത്ര ഉള്ളു, സിമ്പിളായിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? മലയാളത്തിലുണ്ടോ? ഒറ്റ ചോദ്യമുള്ളൂ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം അല്ലേ. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ മലയാളത്തിൽ കേട്ടോ എന്താണെങ്കിലും ഗംഭീരം ഇളക്കി മറിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ഒരു പോസ്റ്ററോടെ. എനിക്ക് അഹങ്കാരം കയറുന്നുണ്ട് ആണല്ലേ, വിളിച്ച് പറയാനൊക്കെ തോന്നുന്നുണ്ട് പലതും, പക്ഷെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കൺട്രോൾ. അപ്പൊ എന്തായാലും 25-ന് കത്തിക്കും. 25-നും 24-നും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും വിളിച്ചു പറയാം. ഓക്കെ, അപ്പൊ അതുവരെ പിടിച്ചു വെക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. 2024 ഏറ്റവും വമ്പൻ സിനിമകളിൽ ഒന്നായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ഇനി ഞാൻ ആ ബൈ പറഞ്ഞില്ലെങ്കിൽ ഇവ പല കാര്യങ്ങളും നിങ്ങൾ മത്സരിച്ചോ, വിളിച്ചു പറയും. മത്സരിച്ചോ 2ാം സ്ഥാനത്തിന് വേണ്ടി മാത്രം. സത്യം ഇത്രയെങ്കിലും പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. പോവാ.